രണ്ടാമതായി എന്നോട് പറഞ്ഞു അസില റഹിമി വഇൻ ജിഫാനി, നീ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം. എന്നിട്ട് ശിഥിലമായി കൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കുടുംബ ബന്ധം എന്നത്. ആ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ജാഗരൂകരാകണമെന്നത്. എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കാൻ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നാശം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്നത് കുടുംബങ്ങളാണ്. ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാത്ത കുടുംബങ്ങൾ, ഉപ്പയ്ക്ക് നൽകേണ്ട സ്ഥാനവും ബഹുമാനവും അവർക്ക് നൽകേണ്ട ആദരവും ഇഷ്ടവും നൽകാതെ അവർ നിന്ദിച്ചു കളയുന്ന സമൂഹമാണെന്നുള്ളത്. അതുപോലെ തന്നെയോ നമ്മുടെ ഭാര്യമാരോട് പെരുമാറേണ്ടിടത്താണെങ്കിൽ അവിടെയും വലിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? എല്ലാം അറിയുന്നു, ഒക്കെ പഠിച്ചു, പക്ഷേ പ്രാഥമികമായ ഒരു കുടുംബത്തിൽ തൻ്റെ ഭാര്യയോട് എങ്ങനെ അയാൾ പെരുമാറണം, കുടുംബജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അവിടെ കൃത്യമായ ഒരു ധാരണയുണ്ട് എങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ്, ഭർത്താവിനോട് എനിക്കുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്, ഇതെൻ്റെ ഉമ്മയാ, എനിക്ക് ഉമ്മയോട് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്, അതുപോലെ ഇതെൻ്റെ ഭാര്യ, അവളോട് എനിക്ക് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. ഉമ്മയെ സ്നേഹിക്കേണ്ട പ്രകാരം ഉമ്മയെ സ്നേഹിക്കാൻ. കാരണം മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരുടെയും ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ പോലും നേരാവത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല. എന്താ പ്രയാസം? മാതാവ് അദ്ദേഹത്തെക്കുറിച്ച് തൃപ്തനായില്ല എന്നതാണ്. എല്ലാവരും തൃപ്തിപ്പെട്ടു, പക്ഷെ മാതാവിന് തൃപ്തി ലഭ്യമായില്ല മരണപ്പെടുന്ന സമയത്ത് പോലും. മഹാനായ ജുറൈജ് എന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാ നന്മകളിലും വ്യാപൃതനായിക്കൊണ്ട് ജീവിച്ചിരുന്ന, ദീനിനു വേണ്ടി ജീവിച്ചിരുന്ന, ആരാധനയിൽ നിമഗ്നനായിക്കൊണ്ട് രാത്രിയിലും പകലിലും ഒക്കെ നമസ്കരിക്കുകയും അങ്ങനെ നന്മയിൽ മാത്രം ജീവിച്ചിരുന്ന സാത്വികനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? ജുറൈജ് നല്ല വ്യക്തിയാ, പക്ഷേ ആ ജുറൈജിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാതാവ് 3 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം വന്ന സമയത്തിലും അദ്ദേഹം നമസ്കാരത്തില. ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല. കുന്നിൻ്റെ മുകളിൽ പർണശാലയുണ്ടാക്കി, ഒരു കൂടാരമുണ്ടാക്കി, അതിൽ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉമ്മ വന്നിട്ട് മോനെ ജുറൈജ് എന്ന് വിളിക്കുമ്പോൾ നമസ്കാരത്തിലായതുകൊണ്ട് മാതാവിനെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചില്ല. മാതാവ് 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചപ്പോൾ മകനെതിരെ ശാപപ്രാർത്ഥന നടത്തി. അതുകൊണ്ടോ അങ്ങനെ ഒരു നിന്ദ്യത അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന വിശദമായൊരു ചരിത്രം നമുക്ക് കേൾക്കാം. നമുക്കറിഞ്ഞ സംഭവമാണ് അതങ്ങനെ ഒരു സംഭവം. അതുപോലെയോ നമ്മുടെ സ്വഹാബിവര്യന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഏറ്റവും പരമപ്രധാനമായി കണ്ടിരുന്നത് അവരുടെ മാതാപിതാക്കളെ തന്നെയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാ തരത്തിലെ നന്മകളും പഠിച്ചിട്ട് വേഗം വീട്ടിലേക്ക് ഓടിയിട്ട് അദ്ദേഹം ഉമ്മയോട് ദഅവത്ത് നിർവഹിക്കുമ്പോൾ ഉമ്മ നബിയെക്കുറിച്ച് മോശമായി സംസാരിക്കും. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായി തോന്നി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മുഴുവനും ഉമ്മയൊന്ന് ദീന് സ്വീകരിച്ചെങ്കിൽ, ഉമ്മ ദീൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് പ്രവാചകരെ എൻ്റെ മാതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭ്യമാവുകയും അങ്ങനെ മാതാവ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളുടെയും ഇപ്പോൾ ഉമ്മയെ സ്നേഹിക്കുക എന്നത് മാത്രമല്ല, ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ഉമ്മയുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഉപ്പയുടെ കൂട്ടുകാരെ അവരെയൊക്കെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ യാത്ര പോകുമ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് സഞ്ചരിക്കവേ ഒരു അറാബിയായ ആർക്കും വേണ്ടാത്ത ഒരു അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉടനെ ഇബ്നു ഉമർ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ അറാബിയുടെ തലയിലേക്ക് തൻ്റെ തലപ്പാവ് വെച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ കഴുതപ്പുറത്തേക്ക് കയറ്റുകയും ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിക്കുക, എന്താ ഇബ്നു ഉമറെ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ ഇബ്നു ഉമറിന്റെ മറുപടി, ഇതെന്റെ പിതാവിന്റെ സ്നേഹിതനാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനാ. പിതാവിൻ്റെ കൂട്ടുകാരെ പോലും സ്നേഹിക്കുന്ന മുൻഗാമികൾ, അവിടെയൊക്കെയാണ് അവരുടെ സ്നേഹം, കുടുംബ ബന്ധങ്ങളോടുള്ള അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളും സ്നേഹങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയെ ചുമലുകളിൽ ഏറ്റിയിട്ട് കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ എന്താ ഇബ്നു ഉമറിലേക്ക് നോക്കിയിട്ട് ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്നത് വലിയ പ്രവർത്തനമല്ലേ, ഞാൻ ചെയ്യുന്നത് വലിയ നന്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിന്റെ ഉമ്മയുടെ ഒരു പുഞ്ചിരിക്ക് പോലും അത് തുല്യമായിട്ടില്ല. ഉമ്മ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുവോ അതിന് പോലും പകരമായിട്ടില്ല. ഉമ്മയെ നീ നിന്റെ ചുമലിൽ വെച്ചുകൊണ്ട് കഅബ മുഴുവനും തവാഫ് ചെയ്യുമ്പോൾ അപ്പോൾ എത്രയോ പ്രാധാന്യമുണ്ട് മക്കൾക്ക് ഉമ്മയോട്, ഉപ്പയോട്.
അത് അവരോട് നൽകേണ്ട ബാധ്യതയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ ഉപ്പയും ഉമ്മയോടൊക്കെ ഒന്ന് ചോദിച്ച് അവരോടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിരിക്കില്ല അവർ പറയുക, എന്നാലും അവരെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറി കുടുംബ ബന്ധങ്ങൾ തകരാതെ നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പോലും